ചുരുക്കത്തിൽ ഈ കൊലപാതകം തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ ദയനീയമായി പരാജയപ്പെട്ടിരിക്കുകയാണ്. ഇവിടെ നിയമത്തിന്റെ പിടിയിൽ നിന്ന് അകന്ന് യഥാർത്ഥ കുറ്റവാളി നമുക്കിടയിൽ തന്നെ എവിടെയോ ജീവിക്കുന്നു എന്നോർക്കുമ്പോൾ കോടതിക്ക് ദുഃഖമുണ്ട്. പ്രതി കൂട്ടി നിൽക്കുന്ന സത്യരാജ് നിരപരാധിയാണെന്ന് കണ്ട് കോടതി അയാളെ നിരുപാധികം വിട്ടയക്കുകയാണ്. എന്നാൽ പ്രമാദമായ മറ്റു ചില കുറ്റകൃത്യങ്ങൾക്ക് ഉത്തരവാദിയായത് കാരണം ഈ വ്യക്തിയെ വിട്ടയക്കരുതെന്ന പോലീസ് ഡിപ്പാർട്ട്മെന്റിന്റെ അപേക്ഷ മാനിച്ചുകൊണ്ട് സത്യരാജിനെ റിമാൻഡിൽ വയ്ക്കാൻ കോടതി ഉത്തരവിടുന്നു. എടോ, തനിക്കല്ലേ ഇൻവെസ്റ്റിഗേഷന്റെ ചാർജ്? ബാലു, നല്ല തന്തയ്ക്ക് പറഞ്ഞ പോലീസുകാരായിരുന്ന FIR ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് ആയിരിക്കും. അതൊരിക്കലും ഫാൾസ് ഇൻഫർമേഷൻ റിപ്പോർട്ട് ആവില്ല. താനെന്നെ പ്രതിക്ക് ഫേവർ ചെയ്യുന്ന തന്റെ ഇൻക്വസ്റ്റ് മറ്റുള്ള മിസ്റ്റർ ബൽറാം, ദിസ് ഇസ് ടു മച്ച്. ഡിപ്പാർട്ട്മെന്റിന് മുഴുവൻ നാണക്കുണ്ടാക്കുന്നതാണ് ഈ സംഭവം. എനിക്കും അങ്ങനെ തന്നെ തോന്നുന്നു, സാർ. ഒരു കൊല നടത്തി രക്ഷപ്പെട്ട പ്രതിയെ മണിക്കൂറുകൾക്കകം പിടിച്ചു കൊടുത്തിട്ടും ആ കേസ് തെളിവില്ലാതെ പോയില്ലേ? കൊലക്കേസല്ല ഇവിടെ അന്വേഷിക്കുന്നത്. കോടതി വളപ്പിൽ നിങ്ങൾ കാണിച്ച പോക്കൃത്തരമാണ്. അതിന്റെ കാരണമാണ് സാർ ഞാൻ പറഞ്ഞു വന്നത്. ആ കേസിനെ പറ്റി ആ CIയോട് ഞാനൊരു സംശയം ചോദിച്ചതേ ഉള്ളൂ. കൂട്ടത്തിൽ എന്നൊരു വാക്ക് ഉപയോഗിച്ചത് ശരിയാണ്. അതത്ര മോശപ്പെട്ട വാക്കാണോ സാർ? പുളിച്ച എന്നാണ് അർത്ഥം. നോൺസെൻസ്. എന്നെ ഭാഷ പഠിപ്പിക്കാനല്ല തന്നെ ഇവിടെ വിളിച്ചു വരുത്തിയത്. ചോദിച്ചതിന് സമാധാനം പറഞ്ഞാൽ മതി. നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് യൂണിഫോമിൽ നിന്ന് ഒരു പോലീസ് ഓഫീസറെ ഇയാൾ എന്തിനു തല്ലി? ഞാൻ തല്ലിയില്ല. പിന്നെ എന്താ മിസ്റ്റർ അവിടെ സംഭവിച്ചത്? പറയണം. ഞാൻ തല്ലിയതല്ല, എന്നെ കൂടെ തല്ലിച്ചതാ. എന്താണോ? ഇപ്പൊ സാർ എന്നെ തല്ലിയെന്തിനാ? കോളറി പിടിച്ചേനല്ലേ? ഞാനും അതിന് തന്നെ തല്ലിയത്. ആണായാലും ആരായാലും തല്ലിപ്പോകും സാറേ. ഇത്രേ അവിടെ നടന്നുള്ളൂ. അല്ലാതെ ഇപ്പോഴിവിടെ കാണിച്ച ഗിമിക് നിങ്ങളുടെ ഇന്നസെന്റ് തെളിയിക്കാനാണെങ്കിൽ നോ മിസ്റ്റർ ബൽറാം, യു ആർ സസ്പെൻഡഡ്. യു കെൻ ഗോ. ഇപ്പൊ സാറിന് ബോധ്യമായില്ലേ? ഹീസ് ആൻ ഔട്ട് സ്പോക്കൺ ആൻഡ് എക്സെൻട്രിക്. യെസ്, ലൈക്ക് ജനറൽ പാറ്റേൺ, എ ഹെഡേക്ക് ടു ഹിസ് സുപ്പീരിയേഴ്സ്. ഈ ജാതിയെ സർവീസിൽ ഇരുത്തുന്നതാണ് സാർ തെറ്റ്. എക്സ്ക്യൂസ് മീ സാർ, ഈ ബൽറാമിനെ എനിക്ക് നേരത്തെ അറിയാം. ഇതായിരുന്നില്ല അയാളുടെ സ്വഭാവം. ആർ യു ട്രൈയിങ് ടു ഡിഫെൻഡ് ഹിം? അവനെ ഒരു എക്സെൻട്രിക് ആക്കിയതിൽ വലിയൊരു പങ്ക് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലെ സാർ. അലക്സ്. യെസ് സർ, ഹീസ് ആൻ ഔട്ട് സ്പോക്കൺ. ആരോടും വെട്ടി തുറന്നു പറയും. എന്നിട്ടും സാറിന് അറിയാമല്ലോ, മറ്റുള്ളവരെ രക്ഷിക്കാൻ പലതും അവന് ഉള്ളിൽ ഒതുക്കി കഴിയേണ്ടി വരും. ആ കഥയൊന്നും ഇപ്പൊ പറയണ്ട. കൂടുതൽ തകർക്കരുതെന്ന് ഞാൻ പറഞ്ഞു. പത്രക്കാരടക്കം മറ്റു പലരുടെയും മുമ്പിൽ വെച്ച് അവൻ കാണിച്ച തോന്നിയാസം നമ്മൾ കണ്ടില്ലെന്ന് അടിക്കാനോ? ഹി മസ്റ്റ് ബി പണിഷ്ഡ്. ശിക്ഷ എന്തെന്ന് സാറ് തീരുമാനിക്കട്ടെ. അലക്സിന് എന്റെ ഫീലിംഗ്സ് മനസ്സിലാവില്ല. നാട് നിങ്ങളെ പന്ത് തട്ടുന്ന പോലെയാണ് അവന്മാർ എന്നെ ഓടിച്ചത്. അത് നിന്റെ ഓളത്തരം കൊണ്ടല്ല ബാലു. പിന്നെ നീ എന്താണ് ഈ പറയുന്നത്? നിന്നെ ഒരുമിച്ച് പിടിച്ച് ഒപ്പം സർവീസ് കയറിയവരല്ല നമ്മൾ. എന്നെ പോലെ അർഹിക്കുന്ന പ്രൊമോഷൻ നിനക്ക് കിട്ടിയോ? വേണ്ട, ജോലി പോയാലും ഞാൻ വിടില്ല. നീ നോക്കിക്കോ, എന്റെ മേലെ നീ ആക്ഷൻ എടുത്താ DIG അല്ല അവരുടെ തന്തയെ വരെ ഞാൻ കോടതിക്ക്. അതിനാരും നടപടി എടുത്തില്ലല്ലോ. പിന്നെ നീ എന്ത് പുല്ല പറഞ്ഞ ട്രാൻസ്ഫർ ചെയ്തെന്ന്? മുഴുവൻ കേൾക്കാൻ ഇയാൾക്ക് ക്ഷമയില്ലല്ലോ. അപ്പോഴേക്ക് എക്സൈറ്റഡ് ആയില്ലേ? തമ്മിൽ തല്ലിയ നിങ്ങളെ രണ്ടുപേരെയും സ്ഥലം മാറ്റും. പിന്നെ ഇവിടെ തന്നെ റൂറലിലും സിറ്റിയിലേക്ക്. അത് പണിഷ്മെന്റ് അല്ലല്ലോ. പിന്നെ ഇവിടെ ആവുമ്പം നിനക്കൊരു ചെറിയ വിഷമം ഉണ്ടാവും. എന്നെ സലാം ചെയ്ത് ജോലി ചെയ്യേണ്ടി. ഓ, നിന്നേക്കാൾ പരമനാറികളെ ഞാൻ സല്യൂട്ട് ചെയ്യുന്നുണ്ട്. അയാളുടെ ആർജ് കൂടി ഒന്ന് മതി. വീട്ടിൽ വൈഫും കുട്ടിയും കാത്തി. എനിക്ക് പോകണം. കുട്ടിയെ വിട്, വൈഫ് എന്ന് പറ. കൂടുതൽ കുടിച്ചാൽ അവളെ നിന്നെ തല്ലും. അതെ, നീ ഒരു ഹെൻബക്ട് ഹസ്ബൻഡ് ആണല്ലോടാ. ആണ്. ഒരു പെണ്ണിന് വഴങ്ങി ജീവിക്കാൻ നിനക്ക് നാണമില്ലടാ? നാറി ഇല്ല. അതൊരു സുഖമാണ്. അനുഭവിച്ചറിയണമെങ്കിൽ നീ ഒരു കല്യാണം കഴിക്കും. ഞാൻ പറയാറില്ലേ, നിന്റെ ഈ മുടിഞ്ഞ കുടിയും എടുത്തയാട്ടവും വഴക്കും മാറ്റാൻ. നിർത്തടാ. ഞാൻ പെൺകോന്തനാണെന്ന് നീ പറഞ്ഞില്ലേ? ആശിച്ച പെണ്ണിനെ കിട്ടാത്തോളം വൈരാഗ്യമില്ല നിനക്ക്. അല്ല, എനിക്കറിയാൻ ബാലു, കല്യാണമെന്ന് കേൾക്കുമ്പോൾ നീ കുരച്ചാടുന്നത് ഇന്നും നിന്റെ മനസ്സിൽ അവളുള്ളതുകൊണ്ടാ. എടാ, നീ എന്റെ മൂട് കളയും. വാ പോകാം. നീ വയ്ക്കോ, എനിക്കിതോട് കൂടി. ആ ബില്ല് വേണ്ട, ഞാൻ കൊടുത്തോളാം. പിന്നെ നിന്റെ പഴയ കാമുകി നീ അറിഞ്ഞു കാണും. ഇവിടെ ഒരു കോളേജിൽ ലെക്ചറാണ്, കണ്ടിരുന്നു. വേണ്ട. ആ, ഗുഡ് നൈറ്റ്.
എന്തായി പറയുന്നേ? MA പാസ്സായിട്ട് ഞാൻ വെറുതെ വീട്ടിലിരിക്കണം? വെറുതെ അല്ല, ഹൗസ് വൈഫായി. എന്റെ വീട് നോക്കണം, ജോലി കഴിഞ്ഞ് വരുന്ന എന്നെ സ്വീകരിക്കണം, എന്റെ മക്കളെ പ്രസവിക്കണം, വളർത്തണം. മതി മതി, ലെക്ചർ ആയാലും ഇതൊക്കെ ആവാലോ. ഇനി ആർഗ്യുമെന്റ്സ് ഒന്നും വേണ്ട. കെട്ടിയുള്ള ശമ്പളം കൊണ്ട് ജീവിക്കാൻ ഞാൻ ഏതായാലും ഉദ്ദേശിച്ചിട്ടില്ല. അല്ലെങ്കിൽ ഇപ്പോഴത്തെ കോളേജ് പിള്ളേരുടെ സ്വഭാവം എനിക്കറിയാം. നിന്നെ കയറി പിടിച്ചെന്നോ കമന്റ് അടിച്ചെന്നോ എന്ന് ഞാൻ അറിഞ്ഞാ പിന്നെ കൊല നടക്കും. പിന്നെ കയറി പിടിക്കുന്നു. ഞാൻ പഠിച്ചത് കോളേജിലല്ലായിരുന്നു. പഠിപ്പിക്കാൻ ചെല്ലുമ്പോ അങ്ങനെ ആവില്ല. വേറെയും പൂവാലന്മാര് കാണും. ലെക്ചർ, പ്രിൻസിപ്പല്, പ്രൊഫസർ, ഇവന്മാരെയൊക്കെ ഇടയിലേക്ക് നിന്നെ വിട്ടാ എനിക്കൊരു സ്വസ്ഥത ഉണ്ടാവില്ല. യു ആർ ജലസ്. മോർ പൊസസീവ്. നിന്റെ സേവനം ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. നിന്നെ മുഴുവനായിട്ട് എനിക്ക് വേണം. എഗ്രീഡ്? ബാലു കയറുന്നില്ലേ? ഇല്ല. അടുത്തത് ഒഫീഷ്യൽ വിസിറ്റ് ആണെന്ന്. എന്ന് വെച്ചാൽ മാരേജ് യൂണിഫോമിൽ. കൗണ്ടർ ക്ലോസ് ചെയ്യണം. വലിയ രാഘവനാരെ, ഒരു സംശയം കൂടി. ഇന്ന് എത്രാമത്തെയാ? വെറുതെ അല്ല, ആളുകൾ തന്നെ സംശയമാസം എന്ന് വിളിക്കുന്നത്. ഇത് സംശയമല്ല, കരടി ഇങ്ങോട്ട് വിട്ടുവെന്ന് കേട്ടപ്പോൾ ഒരു നീ പേടിക്കണ്ട വാസു. കരടിയാണേലും ബൽറാം സാർ ആള് ഡീസന്റാ. ഉമ്മർ സാറിന് അറിയുവാണേ. പുള്ളി തിരുവനന്തപുരത്ത് നിന്ന് ട്രാൻസ്ഫർ വാങ്ങി പാലക്കാട്ട് CI ആയി വന്നപ്പോ ഞാൻ അവിടുത്തെ കോൺസ്റ്റബിളാ. ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന DIGയോ ഞങ്ങളുടെ SP. അവിടെ നല്ലേ ഈ കേസും കുഴപ്പമൊക്കെ ഉണ്ടായത്. അപ്പോ ഒരു സംശയം കൂടി. അപ്പോ ഇതിന്റെ കാര്യത്തിൽ എങ്ങനെയാ? പശ പുള്ളിയായിട്ടൊരു കാശും വാങ്ങിക്കില്ല. പിന്നെ നമ്മൾ പാത്തും പതുങ്ങിയും വാങ്ങിച്ചെടുക്കുന്നത് കൈയിട്ട് വാരാനും വരില്ല. പുതിയ കോട്ടേഷൻ നിനക്ക് ഇഷ്ടമായോ? കൊള്ളാം. പെമ്പിള്ളേര് പോകുന്നു. ഇവിടെ ട്യൂട്ടോറിയലോ പാരൽ കോളയോ? എന്തായാലും ഇനി ഇത് പൂട്ടേണ്ടി വരും. നീ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞാൽ പിള്ളേർ ഈ വഴി വരില്ല, പേടിച്ച്. ഞാൻ സാറിനൊന്ന് കാണാച്ചിട്ടാ. എന്താ പറയാം. കാലത്ത് മുതലേ പുറത്ത് കാത്തിരിക്കുകയായിരുന്നു ഞാൻ. ആളൊഴിഞ്ഞിട്ട് കാണാന്ന് വെച്ചു. ഇയാൾക്ക് എന്താ വേണ്ടത്? ഇവിടെ നിന്ന് മാറ്റം പോയ സാറിന്റെ ഒരു കയ്യാളായിരുന്നു. എന്ന് വെച്ചാൽ അടുക്കളയിൽ ഒരു കാര്യസ്ഥനായിട്ട്. അതുപോലെ സാറിന് വല്ല സഹായവും വേണ്ട. ശമ്പളം ഒന്നും മോഹിച്ചല്ല, വട്ടച്ചെലവിനുള്ള കാശ് കിട്ടിയാൽ ഞാൻ. ആവശ്യമില്ലെന്ന് പറഞ്ഞില്ലേ? അത് കഷ്ടാണ്. ഇറങ്ങി പോണവാൻ. എന്താ ഇവിടെ? ആ തള്ളയുടെ ബെൽറ്റ് മുറിയിരിക്കുന്നു. ഇപ്പൊ മടവാള എടുത്തോണ്ടാ പുറത്തേക്ക് ഓടിയത്. പിടിക്കാൻ നിന്നപ്പോ എന്നെ വെട്ടി. കഴുത്തറ്റ് പോയാൽ എന്റെ. അങ്ങനെയുള്ളവരെ ഭ്രാന്താശുപത്രി കൊണ്ടാക്കണം മിസ്റ്റർ. ആർത്ത് വിളിച്ച് അയലത്ത് കയറി ഞെട്ടിക്കരുത്. എന്താ ഇയാൾക്ക് വേണ്ടത്? ഇനി ആളെ പിടിക്കാനാണോ വന്നത്? മുമ്പ് കൊണ്ടുപോയത് ഓർമ്മയില്ലേ? പാലക്കാട് വെച്ച് ആ മകനെ കാണാതെ ഉള്ളൊരുകി പേയിളകിപ്പടയുന്ന അവന്റെ അമ്മയെ കൂടി കൊണ്ടുപോകൂ. മോളെ, എന്താ ഇത്? ഇതാണച്ചാ നമ്മുടെ ഉണ്ണിയെ കൊണ്ടുപോയ ദുഷ്ടൻ.
വല്ലാത്ത രോഗിയായി നരകിച്ചു കഴിയുന്ന എന്റെ അമ്മ കൂടി ഈ കാലന്റെ കൈ കൊണ്ട് ചാവട്ടെ. കൊണ്ടുപോയിക്കോളൂ. ഭ്രാന്താശുപത്രിയിലേക്കല്ല, എന്റെ അനിയനെ എത്തിച്ചെടുത്തേക്ക്. നിർത്താൻ